ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് നാം അതിൻ്റെ 12ാമത്തെ പാഠത്തിലെത്തിയിരിക്കുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് സ്നേഹവും നീതിയും, ഏറ്റവും വലിയ 2 കൽപ്പനകൾ. ഈ ഒരു ക്വാർട്ടർ മുഴുവൻ പഠിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്ന് പറയുന്ന ആ വലിയ വിഷയം 12ാമത്തെ പാഠത്തിൽ നാം മുഴുവനായി ചർച്ച ചെയ്യുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് സ്നേഹവും നീതിയും, ഏറ്റവും വലിയ 2 കൽപ്പനകൾ. മനപ്പാഠവാക്യം 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യമാണ് മനപ്പാഠവാക്യം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. അതിപ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യമാണ് നാം പഠിക്കുന്ന മനപ്പാഠവാക്യം. അവിടെ പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ അല്ലെങ്കിൽ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ വീണ്ടും പറയുന്നത്, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് നാം ആരും കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല എന്ന് മനപ്പാഠവാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ലേഖകൻ ആമുഖത്തിൽ പറയുന്നു, സ്നേഹവും നീതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളാണ്. സ്നേഹത്തെയും നീതിയെയും നമുക്ക് ആർക്കും വേർപിരിപ്പാൻ കഴിയുകയില്ല. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളാണ്. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത്, എല്ലാ ദൈവമക്കളുടെയും ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, നമുക്ക് എത്രമാത്രം കഷ്ടത വന്നാലും പ്രയാസം വന്നാലും തിന്മ വന്നാലും ദൈവം സകലവും നേരെയാക്കും എന്നൊരു വിശ്വാസം എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. പക്ഷേ എങ്കിലും അനേകർ ചോദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും അനേക തിന്മകളും അന്യായങ്ങളും ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നത്? ദൈവം സകലവും നേരെയാക്കുമെന്ന് ദൈവമക്കൾ പ്രത്യാശിക്കുന്നുവെങ്കിലും എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള കഷ്ടങ്ങളും അന്യായങ്ങളും കാണുന്നു? അതാണ് നാം കഴിഞ്ഞ 10ാമത്തെ പാഠത്തിൽ ഏർപ്പെടൽ നിയമങ്ങൾ എന്ന പാഠത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. പ്രാപഞ്ചിക പോരാട്ടം, നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന ഈ പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൈവം സർവശക്തനാണെങ്കിൽ പോലും ദൈവം പ്രതിയോഗിയായ പിശാചിന് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നുവെന്നും കൂടാതെ മനുഷ്യന് ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നുവെന്നും നാം കഴിഞ്ഞ 10ാമത്തെ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് ലേഖകൻ പറയുന്നത്, എത്രമാത്രം കഷ്ടതകളും തിന്മകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോലും അതിനെയൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ, അതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും എന്നീ പാഠം പറയുന്നു. അതുകൊണ്ട് ഈ സ്നേഹവും നീതിയും എന്ന് പറയുന്ന ഈ വിഷയം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അത് വേർപിരിപ്പാൻ ആർക്കും കഴിയില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം നീതിയെ ഇഷ്ടപ്പെടുന്നു. വീണ്ടും ലേഖകൻ പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കും. അല്ലേ? നാം ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ അന്യൻ്റെ സുഖക്ഷേമങ്ങൾക്ക് നാം അന്വേഷിക്കും. അവിടെ ദാരിദ്ര്യം കാണുമ്പോഴും അവരുടേതായ വേദനകൾ കാണുമ്പോഴും ലോകത്തിലുണ്ടാകുന്ന അടിച്ചമർത്തൽ കാണുമ്പോഴും നാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവമക്കളുടെ കണ്ണ് അപ്പോൾ ഒരിക്കലും അടയ്ക്കുവാൻ പാടില്ല എന്ന് ലേഖകൻ വ്യക്തമായി പറയുന്നു. അവിടെ വേദനകളും ഭാരങ്ങളും കാണുമ്പോൾ ദൈവമക്കൾ ഒരിക്കലും കണ്ണടയ്ക്കുവാൻ പാടില്ല, കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടില്ല. മറിച്ച് അങ്ങനെയുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ
അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണം എന്നിവിടെ പറയുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 3:18 പറയുന്ന, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക. അതുകൊണ്ട് മനുഷ്യൻ്റെ കഷ്ടതകൾക്കും ആവശ്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു മനസ്സുള്ളവരായിരിക്കാൻ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മറിച്ച് അത് കാണുമ്പോൾ കണ്ണടയ്ക്കുന്നവരായിട്ടല്ല, അവരുടെ വേദനകൾ കാണുമ്പോൾ ന്യായത്തിന് വേണ്ടി പ്രതികരിക്കുന്ന ഒരു മനസ്സുണ്ടാകുവാൻ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും വലിയ 2 കൽപ്പനകൾ. ഏറ്റവും വലിയ 2 കൽപ്പനകൾ. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ഒത്തുപോകുന്നതിന് വേണ്ടി നമുക്ക് വ്യക്തിപരമായിട്ടോ കൂട്ടായിട്ടോ നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് നാം ചിന്തിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വേദവാക്യങ്ങളിൽ ഒരു ന്യായശാസ്ത്രി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏത്? 10 കൽപ്പനയിൽ ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏത്? ആ ന്യായശാസ്ത്രിയോട്, എല്ലാം അറിയുന്ന ആ ന്യായശാസ്ത്രിയോട് കർത്താവ് അവിടെ മറുപടി പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നോക്കുമ്പോൾ ന്യായശാസ്ത്രം തന്നെ അത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. കർത്താവ് അവനോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. അതാണ് കർത്താവ് പറയുന്ന മറുപടി, അല്ലേ? എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാകുന്നു ഏറ്റവും ഫസ്റ്റ് കൽപ്പന. ഇതാകുന്നു ഏറ്റവും വലിയ ആദ്യത്തെ കൽപ്പന. രണ്ടാമത്, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അത് 2ാമത്തെ കൽപ്പന. അപ്പോൾ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ഏറ്റവും വലിയ 2 കൽപ്പനകൾ ഏതെല്ലാം, അല്ലേ? നമുക്കറിയാം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം സ്നേഹിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ നാം അനുസരിക്കുന്നു. മറിച്ച് നമ്മുടെ കൂട്ടുകാരനെ നാം നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുമ്പോൾ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ അവിടെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 22:40 പറയുന്നത്, ഈ 2 കൽപ്പനകളിൽ സകല പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. 40-ാം വാക്യം ശ്രദ്ധിക്കുക. ഈ 2 കൽപ്പനകളിൽ ദൈവത്തെ സ്നേഹിക്കുകയും 2 മനുഷ്യനെ സ്നേഹിക്കുകയും സമസൃഷ്ടിയെ നാം സ്നേഹിക്കുമ്പോൾ സകലനായ പ്രമാണവും പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? വീണ്ടും ഒരു യൗവനക്കാരൻ കർത്താവിനോട് വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഒരു യൗവനക്കാരൻ, സമ്പത്തുള്ള ഒരു വലിയൊരു യൗവനക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വേദവാക്യങ്ങളാണ് അവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 23 വരെ. ഇവിടെ നാം വായിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത്? നല്ലവനൊരുത്തൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ കൽപ്പനകളെ പ്രമാണിക്കുക. അവിടെ ആ യൗവനക്കാരൻ കർത്താവിനോട് ചോദിക്കുന്നു, അത് ഏതാണ് കൽപ്പനകൾ? ഏതൊക്കെയാണ് ഞാൻ പാലിക്കേണ്ടത്? കർത്താവ് അവിടെ പറയുന്നുണ്ട്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. 5 മുതൽ 10 വരെയുള്ള ആ കൽപ്പനകൾ
മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് ആ യൗവനക്കാരനോട് കർത്താവ് പറയുന്നത്. ഉടനെ യൗവനക്കാരൻ പറയുകയാണ്, ഞാനിതൊക്കെയും പ്രമാണിച്ചു പോരുന്നു, ഞാനിതൊക്കെയും പ്രമാണിച്ചു പോരുന്നു. ഇനി കുറവുള്ളത് എന്ത് എന്ന് ആ യൗവനക്കാരൻ കർത്താവിനോട് ചോദിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞു, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക, എങ്കിൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇവിടെ ബൈബിൾ പറയുന്നത്, ഈ വചനം കേട്ടപ്പോൾ വളരെ സമ്പത്തുള്ളതായ ചെറുപ്പക്കാരൻ വളരെയധികം ദുഃഖിച്ച് പോയിക്കളഞ്ഞു എന്നിവിടെ പറയുന്നു. കർത്താവ് വളരെ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ് ആ യൗവനക്കാരനോട് സംസാരിക്കുന്നത്. അല്ലേ? നീ ഇതനുസരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പക്ഷേ അവൻ്റെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. കാരണം അവൻ വളരെയധികം സമ്പത്തുള്ളവനാകിയാൽ അത് ഉപേക്ഷിച്ച് അത് നേടുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലേ? ലോകത്തിൻ്റെ സമ്പത്ത് അവൻ അധികം താലോലിക്കുന്നത് കൊണ്ട് അതിനെ ഉപേക്ഷിച്ച് കളയുവാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് കൽപ്പനകളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നു. ന്യായശാസ്ത്രി ചോദിക്കുന്നതും ഏറ്റവും വലിയ കൽപ്പന ഏത്? കർത്താവ് 10 കൽപ്പനയെ രണ്ടായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. 1 മുതൽ 4 വരെ ദൈവത്തോടുള്ള സ്നേഹത്തെയും 5 മുതൽ 10 വരെ ഉള്ളത് മനുഷ്യനോടുള്ള സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് യൗവനക്കാരൻ അവിടെ ചോദിക്കുമ്പോൾ യൗവനക്കാരനോട് മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. 5 മുതൽ 10 വരെ അവനവിടെ പറയുന്നു, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നു, ബാല്യം മുതലേ ഞാൻ ഇത് അനുസരിക്കുന്നു, ഇനി എനിക്ക് എന്താ കുറവാണുള്ളത്? അല്ലേ? അപ്പോൾ അവൻ്റെ ആ കുറവിനെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. നീ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സമ്പത്ത് വിറ്റ് നീ ദരിദ്രന്മാർക്ക് അത് നൽകുക. അല്ലേ? ഇവിടെ പറയുന്നത് യൗവനക്കാരനോട് ചോദിക്കുന്ന പോലെ കർത്താവ് നമ്മോടും ചോദിക്കുന്നു. അല്ലേ? നാം പലപ്പോഴും കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ്. നാമും ആ യൗവനക്കാരനെ പോലെ ഒരുപക്ഷെ ചോദിക്കാം, ഇനി എനിക്ക് എന്ത് കുറവാണ് ഉള്ളത്? ഓരോരുത്തരുടെയും ബലഹീനതകൾ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. യൗവനക്കാരൻ്റെ ബലഹീനത എന്ന് പറയുന്നത് അവൻ സമ്പത്തിനെ അധികമായി സ്നേഹിച്ചു. മറ്റുള്ളവരുടെ ബലഹീനത അതുപോലെ ആകണമെന്നല്ല. പലതരത്തിലുള്ള ബലഹീനതകളാണ് നമ്മെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, അങ്ങനെ നാം ചോദിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും. അതിനെ നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകുമെന്ന് യൗവനക്കാരനോട് പറയുന്നത് പോലെ കർത്താവ് നമ്മോടും പറയുന്നു. നമ്മുടെ കുറവുകളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ദൈവത്തെയും സ്നേഹിക്കുവാൻ കഴിയും, മനുഷ്യനെയും സ്നേഹിക്കുവാൻ കഴിയും. അതാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്ന ഏറ്റവും വലിയ 2 കൽപ്പനകൾ. ഒന്ന് ദൈവത്തോടുള്ള സ്നേഹവും മറ്റൊന്ന് മനുഷ്യനോടുള്ള സ്നേഹവും. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും വലിയ 2 പാപങ്ങൾ. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഏറ്റവും വലിയ 2 പാപങ്ങൾ. ഞായറാഴ്ച പഠിച്ചത് ഏറ്റവും വലിയ 2 കൽപ്പനകൾ. എന്താണ് കർത്താവ് മറുപടി പറഞ്ഞത്? ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം, മറ്റൊന്ന് മനുഷ്യരോടുള്ള സ്നേഹം. അല്ലേ? അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും അത് യഥാർത്ഥത്തിൽ ത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലേ? സകലവും ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, കൂടാതെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അതൊരു വലിയ ത്യാഗമാണ്. സ്വയസ്നേഹത്തെ വെടിഞ്ഞിട്ട് മറ്റുള്ളവരോടുള്ള സ്നേഹം, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം, അതൊരു വലിയ ത്യാഗത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തോടെ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ആ 2 വലിയ കൽപ്പനകൾ നാം അനുസരിക്കുന്നു. മറിച്ച് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്, തിങ്കളാഴ്ചത്തെ ഭാഗം ഏറ്റവും വലിയ 2 പാപങ്ങൾ. ഏറ്റവും വലിയ 2 പാപങ്ങൾ. ഇവിടെ ദൈവത്തെ നാം സ്നേഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ 1ാമത്തെ പാപം. ദൈവത്തോടുള്ള സ്നേഹത്തെ പകരം വിപരീതമായി നാം വേറെ ഏതിനെങ്കിലും സ്നേഹിച്ചാൽ അതാണ് ഏറ്റവും വലിയ 1ാമത്തെ പാപം. സങ്കീർത്തനങ്ങൾ 135-ാം സങ്കീർത്തനം 15 മുതൽ 19 വരെയുള്ള വേദവാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനങ്ങൾ 135-ാം സങ്കീർത്തനം 15 മുതൽ 19 വരെ.
ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ജാതികളുടെ വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പാപം. വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ജാതികളുടെ വിഗ്രഹങ്ങളെ നാം സ്നേഹിക്കുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പാപം. എന്താണ് വിഗ്രഹത്തിൻ്റെ പ്രത്യേകത? അത് പൊന്നും വെള്ളിയും കൊണ്ട് മനുഷ്യർ തീർത്ത കൈവേലകളാണ്, മനുഷ്യൻ്റെ കൈവേലകളാണ്. അത് പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇനി ആ വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല. അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നില്ല. അവയിൽ വായിൽ അതിൽ ശ്വാസവുമില്ല. ഇനി അവയെ ഉണ്ടാക്കുന്നവർ ആരാണോ അത് നിർമ്മിക്കുന്നത് അവരും അവയെപ്പോലെയാകുന്നു. ഇനി അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. കാരണം അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, ശ്വാസമില്ല. അപ്പോൾ അവയെ നിർമ്മിക്കുന്നവനും അവയിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിന് പകരം നാം വിഗ്രഹത്തെ സ്നേഹിക്കുമെങ്കിൽ അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ പാപം. വീണ്ടും സെക്കരിയാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ. സെക്കരിയാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ അതിപ്രകാരം പറയുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങൾ ആരും തൻ്റെ സഹോദരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് ഒരു മഹാകോപം ഉണ്ടായി എന്നിവിടെ പറയുന്നു. സെക്കരിയാവിൻ്റെ പ്രവചനത്തിൽ മനുഷ്യരോടുള്ള മോശമായ പെരുമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വലിയ കൽപ്പന ഏതാണ്? മനുഷ്യനോടുള്ള സ്നേഹം, കൂട്ടുകാരനോടുള്ള സ്നേഹം. അതാണ് രണ്ടാമത്തെ വലിയ കൽപ്പന. അപ്പോൾ ഈ രണ്ടാമത്തെ കൽപ്പനയിൽ നമ്മുടെ എന്താ ലംഘിക്കുന്നത്? അവരോട് മോശമായി പെരുമാറുന്നു, നമ്മുടെ സമസൃഷ്ടിയോട് മോശമായി പെരുമാറുന്നു. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാപം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വിഗ്രഹത്തെ സ്നേഹിക്കുന്നു. രണ്ട്, മനുഷ്യനെ സ്നേഹിക്കേണ്ടതിന് പകരം അവരോട് മോശമായി നാം പെരുമാറുന്നു. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാപം. ഇവിടെ സെക്കരിയാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ തൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളാരും തൻ്റെ സഹോദരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഇതൊക്കെ ദൈവം നമ്മോട് പറയുന്നു. പക്ഷേ മനുഷ്യന് അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെവി കൊടുപ്പാൻ, കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുപ്പാൻ, അതിനെ അനുസരിപ്പാൻ മനസ്സില്ല. മറിച്ച് അവരോട് വളരെയധികം ദുശാഠ്യം കാണിക്കുകയും പാവപ്പെട്ട ജനത്തോട്, ദരിദ്രരോട്, വിധവയോട്, അനാഥനോടൊക്കെ ദുശാഠ്യം കാണിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാതെ വണ്ണം നാം ചെവി പൊത്തിക്കളയുകയും ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചിട്ട്, പ്രവാചകന്മാരുടെ ഉപദേശത്തെ ഉപേക്ഷിച്ചിട്ട് ഹൃദയത്തെ പോലും വജ്രം പോലെ കഠിനമാക്കുന്നു എന്നിവിടെ പറയും. വജ്രം ഏറ്റവും കഠിനമുള്ളൊരു ലോഹമാണ്. അതുപോലെ മനസ്സുകൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും അനുസരിക്കാതെ വണ്ണം ദുശാഠ്യം കാണിച്ചുകൊണ്ട് ഹൃദയത്തെ പോലും നാം കഠിനമാക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയുടെ വലിയൊരു കോപം അവരുടെ മേൽ വരുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് സെക്കരിയാവിൻ്റെ പ്രവചനത്തിൽ മനുഷ്യനോട് നാം കാണിക്കുന്ന മോശമായ പെരുമാറ്റമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാപം.
അതുകൊണ്ട് മനപ്പാഠവാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ, എന്താണ് മനപ്പാഠവാക്യം നമ്മൾ പഠിച്ചത്? 1 യോഹന്നാൻ 4:20, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാ? കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 21 വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അല്ലേ? പഴയ നിയമത്തിൽ ആണ് അവർ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആരെയും സ്നേഹിക്കും, സഹോദരനെയും സ്നേഹിക്കും. ഒന്നാമത്തെ ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ വലിയ കൽപ്പന കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവൻ തീർച്ചയായും സഹോദരനെയും സ്നേഹിക്കും. മറിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ നാം വിഗ്രഹത്തെ സ്നേഹിച്ചാൽ നാം ഒന്നാമത്തെ ഏറ്റവും വലിയ പാപം ചെയ്യുന്നു. 2, സഹോദരനെ സ്നേഹിക്കാതെ സഹോദരനോട് നാം മോശമായി പെരുമാറിയാൽ, അവനെക്കുറിച്ച് ദോഷം നിരൂപിച്ചാൽ നാം രണ്ടാമത്തെ ഏറ്റവും വലിയ പാപം ചെയ്യുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ഈ 2 പാപങ്ങളാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവം നീതിയെ സ്നേഹിക്കുന്നു. ദൈവം നീതിയെ സ്നേഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനങ്ങൾ 33:5, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ദൈവം നീതിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ന്യായത്തെ സ്നേഹിക്കുന്നു. പലപ്പോഴും അന്യായത്തിന് അടിച്ചമർത്തപ്പെട്ടവരും ചവിട്ടിമെതിക്കപ്പെട്ടവരുമായ അനാഥരും വിധവമാരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർക്കിടയിൽ അവർക്കുണ്ടാകുന്ന ഈ വേദനകൾ കാണുമ്പോൾ ദൈവം പലപ്പോഴും വളരെ രോഷത്തോടെ പ്രകടിപ്പിക്കാറുണ്ട്, ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. സങ്കീർത്തനം 82-ാം അധ്യായമാണ് പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനങ്ങൾ 82-ാം അധ്യായം. അവിടെ ദൈവം ന്യായത്തിന് വേണ്ടി അവിടെ തൻ്റെ രോഷം പ്രകടിപ്പിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ആശങ്കകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ ദൈവം അവിടെ വളരെ ധാർമ്മികമായി രോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. സങ്കീർത്തനം 82-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അസംബ്ലി ഓഫ് ഗോഡാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവസഭയിൽ ദൈവം നിൽക്കുന്നു. അവിടെ 2-ാം വാക്യം വായിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. അല്ലേ? അവിടെ ഉദ്യോഗസ്ഥന്മാർ, ഭരണകർത്താക്കൾ, ന്യായാധിപന്മാർ പലപ്പോഴും ജനത്തോട് കാണിക്കുന്ന അന്യായത്തെ കണ്ടിട്ട് ദൈവം അവിടെ രോഷം പ്രകടിപ്പിക്കുകയാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടേണ്ടതായ ന്യായം, അല്ലെങ്കിൽ ഭരണകർത്താക്കളിൽ നിന്ന് കിട്ടേണ്ട ന്യായം, ന്യായാധിപന്മാരിൽ നിന്ന് കിട്ടേണ്ട ന്യായം അവർക്ക് കിട്ടാതെ വരുമ്പോൾ, ഇങ്ങനെയുള്ള ജനം അടിച്ചമർത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രതികരണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 82-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യം നീതികേടോടെ വിധിക്കുന്നവരെല്ലാം ദൈവം കാണുന്നു എന്നൊരു സൂചന കൊടുക്കുകയാണ്. നീതികേടോടെ ആരാണോ വിധിക്കുന്നത്, അത് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, ന്യായാധിപന്മാരാകട്ടെ, അവരെല്ലാം ദൈവം വിധിക്കുന്നുവെന്ന് 2-ാം വാക്യം പറയുന്നു. ഇനി 3-ാം വാക്യം പറയുന്നത്, എളിയവനെയും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പീൻ. അല്ലേ? അവിടെ പറയുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ. ഭരണകർത്താക്കൾ, ന്യായാധിപന്മാർ, ഉദ്യോഗസ്ഥന്മാർ, അധികാരത്തിലിരിക്കുന്ന എല്ലാ വ്യക്തികളും എളിയവനും അനാഥനും പീഡിതനും വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് 3-ാം വാക്യം പറയുന്നു. ഇനി 4-ാം വാക്യം പറയുന്നത്, ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാരോടും ഭരണകർത്താക്കളോടും പറയുകയാണ്. 4-ാം വാക്യം പറയുന്നത്, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ എന്നിവിടെ പറയുന്നു. വീണ്ടും അതിൻ്റെ 5-ാം വാക്യം പറയുന്നത്, അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നുവെച്ചാൽ എളിയവർക്ക്, ദരിദ്രർക്ക്, വിധവമാർക്ക്, പരദേശികൾക്ക് അറിവില്ല, ബോധവുമില്ല,
അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, അല്ലേ? പലതരത്തിലുള്ള വേദനകൾ അനുഭവിച്ചവരാണ്. അവർക്ക് അറിവോ ബോധമോ ഒന്നുമില്ല. അവർ ഇരുട്ടിൽ തപ്പി നടക്കുന്നു. അങ്ങനെയുള്ളവരെ 5-ാം വാക്യം പറയുന്നത് അവരെ പ്രത്യേകിച്ച് പരിഗണിക്കണം, അവരെ പരിഗണിക്കണം, അവരെ കരുതണമെന്ന് ദൈവം ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുന്നു. ഇനി എൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകുമെന്ന് സങ്കീർത്തനത്തിൽ പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഭരണകർത്താവായിരിക്കാം, ന്യായാധിപന്മാരായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള നീതികേട് ലോകത്തോട് കാണിക്കുന്നു. എങ്കിൽ നിങ്ങളും മറ്റുള്ള മനുഷ്യർ എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ നിങ്ങളും മരിച്ചു പോകും. കൂടാതെ നിങ്ങളെ ന്യായം വിധിക്കുന്ന സ്വർഗത്തിലൊരു ദൈവമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ സങ്കീർത്തനം. കാരണം നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ ന്യായാധിപന്മാരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് 8-ാം വാക്യം പറയുന്നു, ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് അവസാനമായിട്ട് ദൈവത്തോടൊരു നിലവിളിയാണ്. ദൈവമേ, ഈ ലോകത്തിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഭരണകർത്താക്കളിൽ നിന്നോ ന്യായാധിപന്മാരിൽ നിന്നോ അധികാരമുള്ള വ്യക്തികളിൽ നിന്നോ ഞങ്ങൾക്കൊരു നന്മയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമേ, നീ എഴുന്നേറ്റ് ഈ ലോകത്തെ വിധിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ആവശ്യപ്പെടും. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവം ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും അധികാരമുള്ള വ്യക്തികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്? അതാണ് മീഖയുടെ പ്രവചനത്തിൽ പറയുന്നത്. മീഖയുടെ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. മീഖ പ്രവചനം 6:8 പറയുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അല്ലേ? പ്രവാചകൻ വ്യക്തമായി പറയുന്നു എങ്ങനെ ആയിരിക്കണം നാം ഈ ലോകത്തിൽ പാർക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും. അതുകൊണ്ട് തിരുവെഴുത്തിലുടനീളം അടിച്ചമർത്തപ്പെട്ടവരുടെയും എളിയവരുടെയും പീഡിതരുടെയും വിധവമാരുടെയും നിലവിളി സ്വർഗത്തേക്ക് ഉയർന്നിരിക്കുന്നു. എന്താ കാരണം? അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് കൊണ്ടാണ് എവിടെ നിലവിളി സ്വർഗത്തേക്ക് ഉയരുന്നത്. അതുകൊണ്ട് ദൈവം രോഷത്തോടെ അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് ഈ 82-ാം സങ്കീർത്തനം പറയുന്നു. കാരണം നമ്മുടെ ദൈവം നീതിയെ സ്നേഹിക്കുന്നു, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മീഖ പ്രവാചകൻ പറയുന്നത്, ദൈവം നമുക്കെന്ത് നല്ലതെന്ന് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നതെന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ന്യായം അല്ലെങ്കിൽ നീതി നമ്മെ ഓരോരുത്തരെയും ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൽ. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. കഴിഞ്ഞ 82-ാം സങ്കീർത്തനത്തിലും അത് തന്നെയാണ് പഠിപ്പിച്ചത്, അല്ലേ? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു, അല്ലേ? ഉദ്യോഗസ്ഥരാണെങ്കിലും ഭരണകർത്താക്കളാണെങ്കിലും ന്യായാധിപന്മാരാണെങ്കിലും എളിയവരെ പീഡിപ്പിക്കാതെ, ദരിദ്രനെ ഉപദ്രവിക്കാതെ, വിധവയെ പരദേശിയൊക്കെ പാലിക്കണമെന്നും അവർക്ക് വേണ്ടി ന്യായം നടത്തി കൊടുക്കണമെന്നും നമ്മൾ 82-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അതുതന്നെയാണ് ബുധനാഴ്ചത്തെ പാഠത്തിലും പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും ന്യായം സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, യെശയ്യാവിൻ്റെ പ്രവചനം 1:17, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. പ്രവാചകൻ യെശയ്യാവ് പറയുന്നത് തിന്മ ചെയ്യുന്നത്
ജീവിതത്തിൽ നിന്ന് മതിയാക്കുവിൻ. മറിച്ച് നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ എന്നിവിടെ പറയുന്നു. വീണ്ടും യെശയ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളല്ല. യെശയ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിലുണ്ട്. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. അല്ലേ? ഒരു വലിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലേ? എന്താണ്? ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുന്നു, എളിയവരുടെ അവകാശം ഇല്ലാതാക്കുന്നു, വിധവമാരെ കൊള്ളയടിക്കുന്നു, അനാഥരെ ഇരയാക്കുന്നു. അങ്ങനെ നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അത് എഴുതി വയ്ക്കുന്നവർക്കും അയ്യോ കഷ്ടം. അതുകൊണ്ട് നമ്മോട് ചോദിക്കുന്നത്, സന്ദർശന ദിവസത്തിലും ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? ഇങ്ങനെ നീതികേട് ചെയ്യുന്ന വ്യക്തികൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ അന്ന് വെച്ചുകൊള്ളും എന്ന് യെശയ്യാവ് പ്രവാചകൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ യെരമ്യാവിൻ്റെ പ്രവചനത്തിലും 22-ാം അധ്യായം 13, 15, 16 വാക്യങ്ങൾ ശാബത്ത് സ്കൂൾ പാഠത്തിലുണ്ട്. യെരമ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 13, 15, 16 വാക്യങ്ങൾ പറയുന്നത്, നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും. അല്ലേ? കുറേ അനുഭവങ്ങൾ പറയുകയാണ്. നീതിയും ന്യായവും നടത്താതെയും ഒക്കെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ യെരമ്യാവിൻ്റെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്നു. ഇവിടെ ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് നീതി സ്ഥാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുറവിനെ അവിടെ സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം അന്യായം കാണുമ്പോൾ, നീതികേട് കാണുമ്പോൾ ഒക്കെ കാഹളം ഊതുന്നവരാണ് അന്നത്തെ പ്രവാചകന്മാർ. അല്ലേ? ജനത്തോട് അത് അറിയിക്കും. അല്ലേ? ഇന്ന അന്യായങ്ങൾ സമൂഹത്തിൽ കാണുമ്പോൾ പ്രവാചകന്മാർ അന്നത്തെ നേതാക്കന്മാരോട്, രാജാക്കന്മാരോട്, ഭരണകർത്താക്കളോട് അറിയിക്കാറുണ്ടായിരുന്നു. ഇവിടെ അന്നത്തെ കാലത്ത് ആശങ്കപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളുണ്ടായി. അതുപോലെ പലപ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിലും അന്നത്തെ കാലത്തെ പരീശന്മാരുടെ ഇടയിൽ കണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് അവിടെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 30 വരെ. ബുധനാഴ്ചത്തെ പാഠത്തിൽ ഒരു ചെറിയ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ മത്തായിയുടെ സുവിശേഷം 22 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് 23-ാം അധ്യായമാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങളിൽ അവിടെ യേശു ഒരു വലിയൊരു കാര്യം ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, പരീശന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവർ പല ഘനമുള്ള വിഷയങ്ങളെ മറന്നിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അല്ലേ? ഘനമുള്ള ചില വിഷയങ്ങളെ അവർ സ്വയം മറന്നു കളഞ്ഞിട്ട് നിസ്സാര കാര്യങ്ങളെ അവർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതിലുണ്ടാകുന്നതായ വലിയ ആ ദോഷത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിലുണ്ട്. 23-ാം അധ്യായം 23-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! കാരണം നിങ്ങൾ തുളസി, ചതകപ്പൂ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും പക്ഷേ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ കാര്യങ്ങളെ നിങ്ങൾ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. വാക്കുകൾ ശ്രദ്ധിക്കുക. പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! കാരണം ഹാ കഷ്ടം! കാരണം നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇതിലെല്ലാം നിങ്ങൾ വളരെയധികം വിശ്വസ്തത കാണിക്കുന്നു, പതാരം കൊടുക്കുന്നു, നേർച്ചകൾ കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. പക്ഷേ ഘനമേറിയതായ ചില കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ ന്യായം സ്ഥാപിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, സഹോദരങ്ങളോട് വിശ്വസ്തത പുലർത്തുക, ഇതിലെല്ലാം നിങ്ങൾ ന്യായപ്രമാണത്തിൽ ഈ ഘനമേറിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അത് ചെയ്യുകയും, ഇങ്ങനെ പതാരം കൊടുക്കുന്ന ആ രീതി അല്ലേ, ജീരകത്തിലും ചതവുപ്പൂലൊക്കെ നിങ്ങൾ പതാരം കൊടുക്കുന്നു, അത് നിങ്ങൾ ചെയ്യുകയും ഈ ഘനമേറിയതായ കരുണ, വിശ്വസ്തത അല്ലേ, ന്യായം
അത് ത്യജിക്കാതിരിക്കുകയും വേണമെന്ന് കർത്താവ് തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞു. അല്ലേ? ആ ഒരു അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും കർത്താവ് പറയാണ്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കൊതുകൊരു ചെറിയ ജീവിയാണ്. അതിനെ നിങ്ങൾ വളരെ സൂക്ഷ്മത്തോടെ അരിച്ചെടുക്കുകയും വലിയ ഒട്ടകത്തെ നിങ്ങൾ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. വീണ്ടും പറയുന്നു, നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അല്ലേ? കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പ് അവയുടെ അകം വെടിപ്പാക്കുകയും. വീണ്ടും പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുകയാണ്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അല്ലേ? ശവക്കല്ലെല്ലാം വളരെ മാർബിളും ഗ്രാനൈറ്റൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ള തേച്ച ശവക്കല്ലറകൾ നിങ്ങൾ ഒത്തിരിക്കുന്നു. കാരണം അവ പുറമേ നോക്കുമ്പോൾ അഴകായി തോന്നുന്നെങ്കിലും അതിൻ്റെ അകം ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അതുപോലെയാണ് നിങ്ങളുടേതായ കപടഭക്തി. അല്ലേ? നിങ്ങളെ കാണുമ്പോൾ നല്ല വെള്ള തേച്ച നല്ല വസ്ത്രമൊക്കെ ധരിച്ച നല്ല അഴകുള്ളവരായി തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള അസൂയയും കുശുമ്പും പലതരത്തിലുള്ള ബലഹീനതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നു. സകല അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അല്ലേ? അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, നിസാര കാര്യങ്ങൾക്ക് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഘനമുള്ളതായ കരുണ, വിശ്വസ്തത, ന്യായം എന്നിവ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യണം എന്നിവിടെ പറയുന്നു. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 42-ാം വാക്യം പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11:42 പറയുന്നു, ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുന്നു എന്ന് പറയുകയാണ്. ന്യായവും ദൈവസ്നേഹവും ഇന്ന് അനേകരെന്ത് ചെയ്യുന്നു? വിട്ടുകളയുന്നു. അത് ഉപേക്ഷിക്കാതിരിക്കുക. നിസാര കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഘനമേറിയതായ ഈ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠം പറയുന്നു, ന്യായം സ്ഥാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു. ആമോസിൻ്റെ പ്രവചനം 5:15 പറയുന്നത്, നിങ്ങൾ തിന്മ ദേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുകയും. നിങ്ങൾ തിന്മ ദേഷിച്ചിട്ട് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുകയും. വീണ്ടും 24-ാം വാക്യം, ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ എന്നിവിടെ പറയുന്നു. വീണ്ടും ആവർത്തന പുസ്തകം 27-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് മീകാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ന്യായം പ്രവർത്തിപ്പാൻ ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? നമ്മൾ ആമുഖത്തിൽ ഞായറാഴ്ചത്തെ ഭാഗത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏത്? അവിടെ കർത്താവ് പറയുന്നു, നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക, കൂടാതെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് തന്നെ വീണ്ടും പ്രതിപാദിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37. മത്തായിയുടെ സുവിശേഷം 22-ൽ നമ്മൾ പഠിച്ച അതേ സംഭവം തന്നെ വീണ്ടും അവിടെ പ്രതിപാദിക്കുകയാണ്. അവിടെ ന്യായശാസ്ത്രി ചോദിച്ചത് ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? അവരുടെ 2 കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞു. അവിടെ വീണ്ടും ആ ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുകയാണ്, സ്വയം ന്യായീകരിക്കുവാൻ വേണ്ടി, അല്ലേ, സ്വയം നീതീകരിക്കുവാൻ വേണ്ടി കർത്താവിനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അല്ലെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ? അത് അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കർത്താവ് വളരെയധികം ചിന്തിപ്പിക്കുന്നതും ഞെട്ടലുണ്ടാക്കുകയും ചെയ്യുന്നതായ ഒരു ഉപമ അവിടെ പറയുകയാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഉപമയാണ് കർത്താവ്
ആരാണ് എൻ്റെ അയൽക്കാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എന്ന് സ്വയം തിരിച്ചറിയുവാൻ കർത്താവ് പറയുന്നതായ ഉപമ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ശമരിയക്കാരൻ്റെ ഉപമ. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്രയാകുന്നു, അല്ലേ? യാത്രയിൽ കള്ളന്മാർ അവനെ ഉപദ്രവിക്കുന്നു, അവൻ്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അവനെ അർത്ഥപ്രാണനായി അവൻ അവിടെ കിടക്കുകയാണ്, അല്ലേ? വല്ലാത്തൊരു അനുഭവത്തിലൂടെ മനുഷ്യൻ കടന്നുപോയി. ഒരു മനുഷ്യൻ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ആദ്യം പുരോഹിതൻ വരുന്നു, കണ്ടിട്ട് കാണാതെ പോകുന്നു. അത് കഴിഞ്ഞ് പുരോഹിത വേലയിൽ പുരോഹിതനെ സഹായിക്കുന്ന ദേവാലയത്തിലെ ശുശ്രൂഷ കർമ്മങ്ങൾ ചെയ്യുന്ന ലേവ്യൻ വരുന്നു, ലേവ്യനും വന്നിട്ട് കാണാതെ പോകുന്നു. അടുത്ത് ഫൈനലായിട്ട് അവിടെ ഒരു ശമരിയക്കാരൻ വരുന്നു, അല്ലേ? ശമരിയക്കാരൻ വന്നിട്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ വാഹനത്തിൽ കയറ്റി പ്രാഥമിക ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം അവൻ്റെ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള വഴിയമ്പലത്തിൽ അടുത്ത പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ നൽകുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താണോ ചിലവായത് ഞാൻ അത് മടക്കി നൽകാം, അവന് വേണ്ടതെല്ലാം നൽകുക എന്നവിടെ പറയുന്നു, അല്ലേ? അതുകൊണ്ട് കർത്താവ് ആ ന്യായശാസ്ത്രിയോട് ചോദിക്കുകയാണ്, ഈ മൂവരിൽ ആരാണ് അവനെ അധികം സ്നേഹിച്ചത്? ഈ മൂവരിൽ ആരാണ് അധികം സ്നേഹിച്ചത്? ആ ന്യായശാസ്ത്രി പറഞ്ഞു, അത് ശമരിയക്കാരനാണ് അവനെ അധികം സ്നേഹിച്ചത്. അതുകൊണ്ട് കർത്താവ് ആ ന്യായശാസ്ത്രിയോട് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഈ ഉപമ പലപ്പോഴും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളവരുമാണ്. എന്നിട്ട് പോലും നമുക്കിപ്പോഴും ആരാണ് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അയൽക്കാരൻ എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പലർക്കൊരു ധാരണയുണ്ട്, നമ്മെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ അയൽക്കാരൻ. പക്ഷേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ദൈവമക്കളാണ്, നാം ഓരോരുത്തരും ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷം ഇല്ല. ഈ ഉപമ അതിൻ്റെ പ്രവചന അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ, ഈ ഉപമയെ നാം പ്രവചന അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ അവിടെ വീണ് കിടന്നതായ മനുഷ്യൻ ആദ്യത്തെ ആദാമിനെ സൂചിപ്പിക്കുന്നു. ആ വീണ് കിടന്നതായ മനുഷ്യൻ നമ്മെ ആദ്യത്തെ ആദാമിനെ പ്രതിദാനം ചെയ്യുന്നു, അല്ലേ? ആ മനുഷ്യൻ പാപത്തിൽ വീണുപോയി. ആദാം എന്താ ചെയ്തത്? നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാം എന്ത് ചെയ്തു? പാപത്തിൽ എന്ത് ചെയ്തു? വീണുപോയി, അല്ലേ? പാപത്തിൽ വീണുപോയപ്പോൾ അവിടെ പുരോഹിതൻ വരുന്നു, അല്ലേ? അടുത്ത് ശുശ്രൂഷ വേല ചെയ്യുന്ന ദൈവാലയത്തിലെ ശുശ്രൂഷ കർമ്മം ചെയ്യുന്ന ലേവി വരുന്നു. പക്ഷേ ആ പാപത്തിൽ വീണ് കിടക്കുന്നതായ മനുഷ്യനെ കാണുവാൻ, അവന് വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ അവർക്കെന്തില്ല? മനസ്സില്ല. അവർ കണ്ടിട്ടും കാണാതെ പോയി. അവിടെ മൂന്നാമത് ആര് വരുന്നു? ശമരിയക്കാരൻ. പ്രവചനത്തിൽ അത് പഠിക്കുമ്പോൾ അവർ രണ്ടാമത്തെ ആദാമായ കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. നല്ല ശമരിയക്കാരനായിട്ട് പ്രവചനത്തിൽ പഠിക്കുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ആഡമായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നിരാലംബരെയും പീഡനം അനുഭവിക്കുന്നവരെയും വിധവമാരെയും പരദേശികളെയും, അല്ലേ, ദരിദ്രരെയും ഒക്കെ സുവിശേഷം അറിയിക്കുവാനും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുമാണ് ദൈവം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നല്ല ശമരിയക്കാരനായിട്ട് പ്രവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെ പറയുന്നു. എഫേസ്യ ലേഖനം 2:1 പറയുന്നത്, എഫേസ്യ ലേഖനം 2:1, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായത് നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പോൾ പാപത്തിൽ വീണുപോയ ഒന്നാമത്തെ ആദാമിനെ യേശുവിൻ്റെ രക്തത്താൽ അവന് ഉയർപ്പിച്ചു. ഇവിടെ ശമരിയക്കാരൻ എന്താ നൽകിയത്? ആ വീണ് കിടക്കുന്ന മനുഷ്യൻ എന്ത് നൽകി? വീഞ്ഞും എണ്ണയും നൽകി. പ്രവചനത്തിൽ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി, പുതുബലം നൽകി. കൂടാതെ വീഞ്ഞ് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു. വീഞ്ഞ് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ രക്തം നൽകി, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി, അവനെ ഒരു പുതിയ ദേഹിയാക്കി അവനെ മാറ്റി, അല്ലേ? അതാണ് നല്ല ശമരിയക്കാരനായ കർത്താവ് യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയത്, അല്ലേ? കർത്താവാണ് നമ്മുടെ ഏറ്റവും നല്ല അയൽക്കാരൻ. കർത്താവാണ് അത് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, അല്ലേ? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ കാര്യം? അവൻ ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം വെടിഞ്ഞ് മനുഷ്യ സദൃശ്യത്തിലായി തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിത്തീരുന്നു. അല്ലേ? സകല മഹിമയും വെടിഞ്ഞ് ദാസരൂപം എടുത്ത് നമുക്ക് വേണ്ടി രക്ഷകനായി നല്ല ശമരിയക്കാരനായി കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. അതുതന്നെയാണ് യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 53-5 പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അല്ലേ? യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം മുഴുവൻ ഒരു നല്ല ശമരിയക്കാരൻ്റെ നല്ലൊരു മാതൃക അവിടെ സൂചിപ്പിക്കുന്നു. നമ്മുടെ യഥാർത്ഥ ശമരിയക്കാരനായി, യഥാർത്ഥ അയൽക്കാരനായിട്ട് യെശയ്യാവ് പ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോൾ നല്ലൊരു ശമരിയക്കാരനായി കർത്താവ് യേശുക്രിസ്തുവിനെ അവിടെ വളരെയധികം ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലേ? അതുകൊണ്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ? അല്ലേ? ആരാണ് എൻ്റെ അയൽക്കാരൻ? നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചതായ കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ അയൽക്കാരൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 9-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നു. സങ്കീർത്തനക്കാരൻ 9-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നു, അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അല്ലേ? ഒരു നല്ല ശമരിയക്കാരൻ്റെ ലക്ഷണമാണത്. വീണ്ടും സങ്കീർത്തനം 146-ാം അധ്യായം 7 മുതൽ 9 വരെ, സങ്കീർത്തനം 146-ാം അധ്യായം 7 മുതൽ 9 വരെ, പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയും സംരക്ഷണം ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. അല്ലേ? ഒരു നല്ല ശമരിയക്കാരൻ്റെ ലക്ഷണത്തെ അവിടെ സൂചിപ്പിക്കുന്നു. പീഡിതന്മാർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവർ നിവർത്തുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു, പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയും സംരക്ഷണം ചെയ്യുന്നു. ഇതാണ് ഏറ്റവും നല്ല മാതൃകയായ ശമരിയക്കാരൻ. അല്ലേ? ആ ശമരിയക്കാരൻ എന്താ ചെയ്തേ? അർത്ഥപ്രാണനായി കിടക്കുന്നതായ മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോകാതെ, അല്ലേ, ഒന്നും നോക്കാതെ, അവിടെ ജാതിയോ വർണ്ണമോ വർഗമോ ഭാഷയോ ഒന്നും നോക്കാതെ അവന് വേണ്ട എല്ലാ ശുശ്രൂഷയും നൽകി അവനെ തൊട്ടടുത്തുള്ള വഴിയമ്പലത്തിലാക്കി അവൻ്റെ വേണ്ടതെല്ലാം അവിടെ ജീവനം വരെ, അല്ലേ, അവൻ്റെ പണം മുഴുവൻ അവിടെ സമ്പാദ്യം നൽകി അവനെ ശുശ്രൂഷിക്കുന്നതായിട്ട് അവിടെ പറയുന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്നതായ എണ്ണയും കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും നൽകി അവന് ശുശ്രൂഷ നൽകി. പ്രവചനത്തിൽ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയും വീഞ്ഞ് എന്ന് പറയുന്നത് കർത്താവ് യേശുവിൻ്റെ പുണ്യാഹ രക്തത്തെയും അവിടെ സൂചിപ്പിക്കുന്നു. അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യുക എന്നിവിടെ പറയുന്നു. ആവശ്യത്തിലിരിക്കുന്ന വ്യക്തികളുടെ ഇടയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് കഴിയണം. അതാണ് ആ നല്ല ശമരിയക്കാരൻ നമുക്ക് നൽകുന്ന ഒരു മാതൃക. അതുകൊണ്ടാണ് യേശു ന്യായശാസ്ത്രിയോട് പറഞ്ഞത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ എന്തുണ്ടാകും? നിക്ഷേപം ഉണ്ടാകും. അല്ലേ? അതാണ് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ഒത്തുപോകുന്നു. ഈ പാഠത്തിൽ മുഴുവനായി പഠിച്ചതാണ്. ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ഒത്തുപോകുന്നു. അതാർക്കും വേർപെടുത്തുവാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സമസൃഷ്ടിയെയും സ്നേഹിക്കും. അല്ലേ? ഇവിടെ പലപ്പോഴും കർത്താവ് പരീശന്മാരിൽ കണ്ട ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയുന്നത്, അവർ നിസ്സാര കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ഘനമേറിയ വിഷയങ്ങളെ അവർ മറന്നുപോവുകയും അറിഞ്ഞുകൊണ്ട് മറന്നുപോവുകയും ചെയ്യുന്നു. അല്ലേ? പലപ്പോഴും പരീശന്മാർ മറ്റുള്ളവരോട് സഹാനുഭൂതിയില്ലാതെ, ദയയില്ലാതെ, കരുണയില്ലാതെ, ന്യായം നടത്താതെ പലപ്പോഴും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും പീഡിപ്പിക്കുകയും, അല്ലേ, പലതരത്തിലുള്ള ദോഷം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ ദൈവത്തെ സ്നേഹിക്കുക. 1 യോഹന്നാൻ്റെ ലേഖനം 3:18 പറയുന്ന, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അതുകൊണ്ട് മനുഷ്യൻ്റെ കഷ്ടതകൾക്കും ആവശ്യങ്ങൾക്കും പ്രതികരിക്കുവാൻ ശേഷിയുള്ളതായ ദൈവമക്കളായി
വളരുവാൻ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നു. മനുഷ്യൻ്റെ ആ കഷ്ടതകളും ആവശ്യങ്ങളും കാണുമ്പോൾ കണ്ണ് അടച്ചു കളയുന്നവരല്ല, മറിച്ച് പ്രതികരിക്കുവാൻ മനസ്സുള്ളവരായി മാറുവാൻ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു? കള്ളനാകുന്നു. കാരണം താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ഒരു നാളും സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യനെയും സ്നേഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവെ, നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവെ, പലപ്പോഴും ഘനമേറിയ വിഷയങ്ങളെ ഞങ്ങൾ സ്വയം മറന്നു കളഞ്ഞിട്ട് നിസാര കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം ചെയ്യുന്നതായ പരീശന്മാരെ പോലെ ഞങ്ങളായിരിക്കുന്നു. പിതാവേ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടിട്ട് നാം പലപ്പോഴും സഹോദരന്മാരെ പകയ്ക്കുന്നു. പിതാവേ, ഈ ഒരു വലിയ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ച കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ച് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ കൂട്ടുകാരനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. കൂടാതെ ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും പാർക്കുമ്പോൾ നീതിയെ സ്ഥാപിച്ചുകൊണ്ട് നല്ല അയൽക്കാരനായി കർത്താവിൻ്റെ മാതൃകയിൽ തന്നെ ഈ ലോകത്ത് പാർക്കുവാൻ ദൈവമക്കളാകുന്ന ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ ഞങ്ങളെ സഹായിക്കണമേ. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ന്യായം പാലിച്ച് ഞങ്ങളുടെ അവസ്ഥകൾക്ക് രൂപാന്തരം വരുത്തുവാൻ സ്വർഗ്ഗ ദൈവം ഞങ്ങളോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. ചോദിക്കുന്ന കുറവുകളാണെങ്കിൽ അധികമായ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.